മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്ന് കണ്ടസ്റ്റൻസിന് വേണ്ടി കൊടുത്തിരുന്ന മോർണിംഗ് ടാസ്ക് ബാഡ്ജിന് വേണ്ടിയുള്ളതായിരുന്നു. അതായത് ഇപ്പോൾ ഓൾറെഡി ബാഡ്ജ് യൂസ് ചെയ്യുന്നത് നെവിനും ആദില ആൻഡ് നൂറയും ആര്യനുമാണ്. ഇന്ന് മറ്റുള്ളവർക്കും കൂടി ഈ ബാഡ്ജ് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അതായത് ഗാർഡൻ ഏരിയനായി 2 സർക്കിൾ ഉണ്ടാകും. ആദ്യത്തെ ചെറിയ സർക്കിളിനുള്ളിൽ ഇവരുടെ 3 പേരുടെയും ബാഡ്ജ് വയ്ക്കണം. അതിനുശേഷം അത് കുറച്ചും കൂടി വലിയൊരു സർക്കിൾ ഉണ്ടാകും. ആ സർക്കിളിന് ചുറ്റും എല്ലാ കണ്ടസ്റ്റൻസും നിൽക്കണം. ബസർ അടിക്കുമ്പോൾ ആദ്യം പോയി ബാഡ്ജ് എടുക്കുന്ന 3 പേർക്കായിരിക്കും ഈ തവണ ബാഡ്ജ് സ്വന്തമാകുന്നത്. അങ്ങനെ എന്തായാലും ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ബാഡ്ജ് ലഭിച്ചിരിക്കുന്നത് ഷാനവാസിനും ആര്യനും ജിസൈലിനുമാണ്. ഈ തവണ ജിസൈലിന് ബാഡ്ജ് കിട്ടിയത് ലക്കെന്ന് തന്നെ പറയണം. കാരണം ബസർ അടിച്ചപ്പോൾ തന്നെ ജിസൈൽ ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ വീണു പോകുന്നുണ്ട്. പക്ഷേ ആര്യൻ ആദ്യം തന്നെ ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ അവന് 2 ബാഡ്ജ് ലഭിക്കുന്നുണ്ട്. അതിലൊരെണ്ണം എടുത്ത് അവൻ മുകളിലോട്ട് എറിയുന്നുണ്ട്. ആ ഒരു ബാഡ്ജാണ് ജിസൈലിന് ലഭിച്ചത്. എങ്ങനെയാണെങ്കിലും ടാസ്ക് കഴിഞ്ഞപ്പോൾ ബാഡ്ജ് കയ്യിലുണ്ടായിരുന്നത് ഷാനവാസിൻ്റെയും ജിസൈലിൻ്റെയും ആര്യൻ്റെയും കയ്യിലാണ്. അതുകൊണ്ട് അവർക്ക് 3 പേർക്കാണ് ബാഡ്ജ് സ്വന്തം. ജിസൈൽ വളരെയധികം ഹാപ്പിയായിരുന്നു ബാഡ്ജ് ലഭിച്ചതിന്. കാരണം ഇന്നലെ അനുവായിട്ട് ആ ഒരു മേക്കപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായല്ലോ. പക്ഷേ ജിസൈലിന് ബാഡ്ജ് ലഭിച്ചതിൽ അനുവിനും ശൈത്യക്കൊന്നും ഒട്ടും തന്നെ ഹാപ്പി ഉണ്ടായിരുന്നില്ല. അത് അനുവിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്തായാലും ജിസൈൽ റൂൾ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ജിസൈലിനൊരു പണി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. കാരണം ജിസൈലിന് ഈ ബാഡ്ജ് യൂസ് ചെയ്യാൻ പറ്റില്ല. വീക്കെൻഡ് എപ്പിസോഡ് വന്നപ്പോൾ നമ്മൾ ലാലേട്ടൻ ജിസൈലിൻ്റെ ബാഗ് മുംബൈക്ക് തിരിച്ചയക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജിസൈലിന് ഈ ബാഡ്ജ് യൂസ് ചെയ്യാൻ പറ്റില്ല. ജിസൈലിന് ഇഷ്ടമുള്ളൊരു വ്യക്തിക്ക് ഈ ബാഡ്ജ് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജിസൈൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ബാഡ്ജ് അഭിലാഷിന് കൈമാറുന്നുണ്ട്. കാരണം അഭിലാഷിന് കാലിലിടാൻ സോക്സ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബാഡ്ജ് അവൻ്റെ കയ്യിലിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജിസൈൽ അഭിലാഷിന് ആ ബാഡ്ജ് കൊടുക്കുന്നുണ്ട്. അത് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ജിസൈലിനെ അഭിനന്ദിക്കുന്നുമുണ്ട്. കാരണം ഒരു വലിയ കാര്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അനുവിന് ജിസൈലിൻ്റെ നിന്ന് ബാഡ്ജ് പോയപ്പോഴാണ് കുറച്ച് സമാധാനം ആയത് തന്നെ. അപ്പോഴാണ് അനുവിൻ്റെ ഫേസിൽ ഒരു ചിരിയൊക്കെ വന്നത്. എന്നാൽ ജിസൈലിൻ്റെ ബാഡ്ജ് അഭിലാഷിന് കൊടുത്തപ്പം എല്ലാവരും ജിസൈലിനെ അഭിനന്ദിക്കുന്ന കണ്ടപ്പോൾ വീണ്ടും ഫേസൊക്കെ വാടി. എന്തായാലും അനുവിന് നല്ല സങ്കടമുണ്ട്. ജിസൈലിന് ബാഡ്ജ് കിട്ടിയതിനും അനുവിന് ബാഡ്ജ് കിട്ടാത്തതിനും. ജിസൈൽ ആ ബാഡ്ജ് അഭിലാഷിന് കൊടുത്തപ്പോൾ ബാക്കി എല്ലാവരും ജിസൈലിനെ അഭിനന്ദിക്കുന്നത് കണ്ടപ്പോഴും നല്ല സങ്കടമുണ്ട്. പിന്നെ പെൺപടയുടെ ഇപ്പോഴുള്ള ഏക ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ജിസൈൽ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് ആദില ആൻഡ് നൂറയുടെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സുകളാണ്. എന്തായാലും ബാഡ്ജ് നഷ്ടമായതുകൊണ്ട് തന്നെ ആദില ആൻഡ് നൂറ എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ തിരിച്ച് ബിഗ് ബോസിന് നൽകണം. അപ്പോൾ ഇനി ജിസൈൽ ആരുടെ അടുത്ത് യൂസ് ചെയ്യുമെന്നുള്ള ഒരു ആശ്വാസമാണ് ബാക്കി പെൺപടയ്ക്ക് മൊത്തം ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെ റൂള് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ജിസൈൽ ഇപ്പോൾ ചെയ്തൊരു കാര്യം അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് ഇന്നലെ ജിസൈലിനുണ്ടായ നെഗറ്റിവിറ്റിയും വഴക്കുമെല്ലാം എല്ലാവരും മറന്ന് എല്ലാവരും അഭിനന്ദിക്കുന്നുമുണ്ട്.